എനിക്ക് തോന്നുന്നു ആര്യ മൈൻഡ് ചെയ്യില്ലാന്ന് തോന്നുന്നു, ബോധർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യം വന്നപ്പോൾ ഇത്രയും നല്ല ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ ആര്യ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 10 വർഷം 12 വർഷമായ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ ആര്യയുടെ ലൈഫിലേക്ക് വന്നപ്പോൾ പാർട്ട്ണർ എന്നുള്ള ഭാഗത്തിൽ ആ ഒരു സൈഡിൽ വീക്കായി പോവുകയാണ്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞു കേട്ടിടത്തോളം ഇത്രയ്ക്കും നല്ല എല്ലാവരുടെയും കൂടെ എന്തൊരു സിറ്റുവേഷനിലും വളരെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആര്യയ്ക്ക് എന്തുകൊണ്ടായിരിക്കാം ആര്യയുടെ 2 റിലേഷൻ, ആദ്യത്തെ ഹസ്ബൻഡിൽ നിന്നും നിങ്ങൾ ഡിവേഴ്സായി, രണ്ടാമതൊന്നും വന്നു, അതും ഇപ്പോൾ ഇങ്ങനെ വന്നു, എന്തുകൊണ്ടായിരിക്കും എന്ന് ആര്യയ്ക്ക് തോന്നണത്? ആദ്യത്തെ റിലേഷൻഷിപ്പ് എൻ്റെ പ്രശ്നമായിരുന്നു. ഐ വാസ് റോങ് ഫ്രം മൈ സൈഡ്. അത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഇറ്റ് വാസ് തറലി മൈ മിസ്റ്റേക്ക്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, അത് വേണ്ടാന്ന് തോന്നിയത്. അത് പിന്നെ എൻ്റെ ഒരു അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷമാണ് ആര്യക്ക് എന്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ അല്ല, അത് ആ സമയത്ത് എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫൊഗീവ് ചെയ്യില്ലായിരുന്നോ? ചെയ്യാമായിരിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി കിടക്കും. വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് ഒന്നിച്ചു പോകുമ്പോ ഇത് വരുമോ വീണ്ടും അതിനുള്ളിൽ, ഷുഡൻ ബോദർ us. പിന്നെ ഐ തോട്ട് ഹി ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ്. അവിടെ ആര്യ തെറ്റ് ചെയ്തതിന്റെ ഒരു അതെ, എനിക്കൊരു ഗിൽറ്റ് വന്നതാണ് അവിടെ. അപ്പം ഐ ജെനുവിൻലി തോട്ട് ഹി ഷുഡ് ഹാവ് എ ബെറ്റർ ലൈഫ് എന്നുള്ളത്. പിന്നെ ഹി ഫൗണ്ട് ഹിസ് ലൈഫ് പാർട്ട്ണർ ഓൾസോ. ആളിപ്പം മാരിഡ് ആണ്, ഹാപ്പി ആയിട്ട് അവര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഹാപ്പി ആയിട്ട് പോകുന്നു. സോ ദാറ്റ് വാസ് മെന്റ് ടു ബി. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരിയാണ്, വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ്. അവൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അവള് ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് അവളെ വളർത്തുന്നതും. അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ്. ആൻഡ് ഈക്വലി ആള് വരുമ്പോ, ഐ മീൻ വെനെവർ he wants to be with her, she goes to him. അല്ലാത്തപ്പം ഞാൻ ടേക്ക് കെയർ ചെയ്യണു. അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ്, അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല. അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്. സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ചിലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഉള്ള എന്താ പറയാ, അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം സെക്കൻഡ് റിലേഷൻഷിപ്പ്. ഈ പറഞ്ഞ പോലെ ഷിബ്ല പറഞ്ഞില്ലേ, ഞാൻ റിലേഷൻഷിപ്സിൽ 150% കൊടുക്കുന്ന ആളാണ്. ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എൻ്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ്. എനിക്ക് അയാളെ ജെന്യുവിൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. I knew he was not the perfect person and all. ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു, ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് ഡു ദിസ് ടു മീ. പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. മേ ബി ആൾക്ക് നമുക്ക് ഫസ്റ്റത്തെ ഒരു അടി പോലെ നമുക്ക് എക്സാക്ട്ലി അത് കിട്ടി, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. എനിക്ക് ആകപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ല. ലൈക്ക് വേറെ ഒരു ആളോടൊരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. വി വുഡ് നെവർ ഫോഴ്സ് സംവൺ. നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെ നിൽക്കൂ എന്നുള്ളത്. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് കം ഔട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് അപ്പൊ ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം. യെസ്, അല്ലേ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. അല്ലേ? അതും ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് വരും. എക്സാക്ട്ലി, അതാണ് എനിക്ക് ട്രോമയായി പോയത്. അതിപ്പോ മേ ബി ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് എനിക്ക് ആ പെയിൻ ശരിക്കും കിട്ടുന്നു, കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ കണ്ണിപ്പം നിറയാണ് ആക്ച്വലി. കാരണം ആ ഒരു വേദന ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്റെ കണ്ണ് നിറയണം. നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആര്യ അത് യു വെന്റ് ത്രൂ ദാറ്റ്. ഭയങ്കര ഒരു ആര്യ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ആര്യ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ ഐ ഫെൽ ഓൺ ടു എ ഡിപ്രഷൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ ലോസ്റ്റ് മൈസെൽഫ്. നമുക്കത് കാരണം നമ്മൾ ജീവനായിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ടേ അവൾ എനിക്കിട്ട് ഇങ്ങനെ പണിയ എന്നൊക്കെ പറയണത് ശരിക്കും. അതെ, എന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി പോയത്, ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ലൈക്ക് ഐ കുഡന്റ് ഡു എനിത്തിങ്. എന്നുവെച്ചാൽ നമുക്കിപ്പോ ഒരു കൗൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല എന്നുള്ള.
ഒരാളെ ഇപ്പം നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചിലപ്പോൾ സംസാരിച്ചാൽ ഓക്കെ എങ്ങനെ പോവാനാ മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ബിക്കോസ് വി ആർ ഓൾ ലോക്ക് ഡൗൺ. ആകപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. പക്ഷെ എത്രയൊക്കെ നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവും. അതും ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തമ്മിൽ there's a lot of difference. ബഡായി ബംഗ്ലാവ് എന്നൊരൊറ്റ പരിപാടിയിലൂടെ തന്നെ ഏറ്റവും പ്രശസ്തിയിലെത്തിയൊരു നടിയാണ് ആര്യ. ബഡായി ആര്യ എന്നാണ് സോഷ്യൽ മീഡിയയിലെ താരത്തിന്റെ പേര്. താരത്തിന് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നതും ബഡായി ആര്യ എന്ന നിലയ്ക്ക് തന്നെയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം റീലുകൾ പങ്കുവച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യോത്തരങ്ങൾ പങ്കുവച്ചും ഒക്കെ എത്താറുണ്ട്. തനിക്കെതിരെ വരുന്ന എല്ലാ അലിഗേഷൻസിനും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം ആര്യ കൃത്യമായ മറുപടി നൽകാറുമുണ്ട്. ഒന്നിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ഉത്തരം നൽകാതെ മൗനമായിരിക്കാനോ ആര്യ തയ്യാറല്ല. ബിഗ് ബോസ് എന്ന ഷോയിൽ എത്തുന്നവരെയും ഭയങ്കര വലിയ നല്ല ഇമേജ് ആയിരുന്നു ആര്യയ്ക്ക്. എന്നാൽ ബിഗ് ബോസിലെ താരത്തിന്റെ പ്രകടനം ഏറെ വിമർശനങ്ങൾക്കിടയാക്കി. ആര്യ വെമ്പാല എന്ന പേരിൽ വരെ താരത്തെ വിളിക്കാൻ തുടങ്ങി. വലിയ രീതിയിലാണ് ആരാധകരെ നഷ്ടപ്പെട്ടത്. സാധാരണ ബിഗ് ബോസ് എന്നൊരു ഷോയിലൊക്കെ എത്തുമ്പോൾ ആര്യ അല്ലെങ്കിൽ സാധാരണ ഒരു താരത്തിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാറുണ്ട്, കൂടുതൽ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ ആര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായത്. അതുമാത്രമല്ല താരം തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ബിഗ് ബോസിൽ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തു. ബിഗ് ബോസിൽ വെച്ച് തനിക്കൊരു പ്രണയമുണ്ടെന്നും ആ ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ തങ്ങൾ ഒന്നാകുമെന്നും ഒക്കെ ആര്യ തുറന്നു പറഞ്ഞിരുന്നു. വർഷങ്ങളായുള്ള ബന്ധമായിരുന്നു അത്. എന്നാൽ ബിഗ് ബോസിൽ നിന്നും തിരിച്ചു മടങ്ങി ആര്യയെ കാത്തിരുന്നത് വലിയൊരു ദുരന്ത വാർത്തയായിരുന്നു. കാരണം താൻ ഏറെ പ്രണയിച്ച തന്റെ കാമുകനെ അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട ആളെ തന്റെ ഉറ്റ കൂട്ടുകാരി സ്വന്തമാക്കി കഴിഞ്ഞു എന്ന വാർത്തയാണ്. ആര്യ ഇത് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ ഒരു വേദനയും ആ ഡിപ്രഷനും ഒക്കെ താൻ കടന്നു വന്നതിനെ കുറിച്ച് ആര്യ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആര്യ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ വിവാഹം തകർന്നതിനെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഒക്കെയുള്ള ആര്യയുടെ വെളിപ്പെടുത്തലുകൾ വാർത്തയായിട്ടുണ്ട്. തന്റെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ചും ആര്യ പറയുന്നുണ്ട്. തനിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നതിനാലാണ് വിവാഹം തകർന്നതെന്ന പ്രചാരണം തെറ്റാണ് എന്ന് ആര്യ പറയുന്നുണ്ട്. മാത്രമല്ല അരോയ ബൈ ആര്യ എന്ന് പറയുന്ന ഒരു സ്റ്റോളും ഒരു ഷോപ്പും പിന്നെ കാഞ്ചീപുരം എന്ന് പറയുന്ന ഒരു ഷോപ്പും ആര്യയ്ക്ക് സ്വന്തമായുണ്ട്. ഇവിടേക്ക് വന്ന ഒരു ഫോൺ കോളും അതിനെ ചൊല്ലി ഉണ്ടായ ആ മോശം രീതിയിൽ ഒരാൾ തന്നോട് സംസാരിച്ചതും ഒക്കെ ആര്യ തുറന്നു പറയുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയൊരു സംഭവമാണ്. അത് മാത്രമല്ല തന്റെ രണ്ടാമത്തെ ബ്രേക്കപ്പിനെ കുറിച്ചും തന്റെ ആദ്യ ഭർത്താവിനോട് താൻ ചെയ്തതിന്റെ കർമ്മഫലമാകാം തനിക്ക് കിട്ടിയതെന്നും ആര്യ ഒട്ടും ജാള്യതയില്ലാതെ തുറന്നു പറയുന്നുണ്ട്, തുറന്ന് സമ്മതിക്കുന്നുണ്ട്.